എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അൺബോക്സിംഗ് വ്ലോഗാണ്. മോളുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നോക്കിയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റ് കിട്ടിയിട്ട് അന്ന് തന്നെ അവളെല്ലാം പൊട്ടിച്ചു. കാരണം അവളോട് എന്ത് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. ഞാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അവള് ഒന്നും കേട്ടില്ല കേട്ടോ. അവൾക്ക് അപ്പം തന്നെ അത് ഓപ്പൺ ആക്കണം. അതുകൊണ്ട് അവളെല്ലാം ഓപ്പൺ ആക്കി. പിന്നെ ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ. അപ്പൊ ആദ്യം തന്നെ ഈ പേപ്പറിൽ ഇങ്ങനെ പൊടിഞ്ഞേ ഉള്ളൂ. പക്ഷെ ഒക്കെ ഞങ്ങൾ നോക്കിയതാണ്. ഇത് ഒരു ഗ്ലാസ് ആണ്. ബോറോസിലിന്റെ ഗ്ലാസ് ആണിത്. നല്ല ഗ്ലാസ് ആണ് കേട്ടോ. ഇത് പെട്ടെന്നൊന്നും ഇത് പൊട്ടി പോവില്ല. ഗ്ലാസ് ആണ്. അപ്പോ 6 എണ്ണം ഉണ്ട് കേട്ടോ. 6 ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഒരു ഗിഫ്റ്റ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം അല്ലേ. ഇതൊന്നും കിട്ടിയതുകൊണ്ട് പൂജക്ക് വലിയ സന്തോഷമൊന്നും ആയില്ല കേട്ടോ. കാരണം ഇതൊന്നും പൂജക്ക് വലിയ ആവശ്യമില്ലല്ലോ. അവക്ക് വേറെന്തൊക്കെയോ ആണ് ഇഷ്ടം. അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. രണ്ടാമത്തെ ഗിഫ്റ്റ് എന്താണെന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. രണ്ടാമത്തെ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ചെസ്സാണ്. അതെ, ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് മിന്നും പൂജയും ഒക്കെ അടിപൊളിയായിട്ട് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുകയാണ്. കളിയൊന്നും അറിയില്ല, പക്ഷെ രണ്ടാളും എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഗിഫ്റ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഗിഫ്റ്റ് കാണാം. ഇത് കറിയൊക്കെ ഒഴിച്ചു വെക്കുന്ന ഒരു പാത്രം ഉണ്ടോ. നമ്മള് കറിയൊക്കെ ഇങ്ങനെ ചോറ് കഴിക്കുമ്പോ ഒക്കെ ഒഴിച്ചിട്ട് കൊണ്ടാക്കൂലേ കറിയൊക്കെ, അങ്ങനത്തെ ഒരു പാത്രമാണ്. ഇത് നമുക്ക് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ദേവിയിലെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. ദേവിയുടെ അടിപൊളി. ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങള് എന്താണ് പൂജാമുറിയുടെ അടുത്ത് കൊണ്ടുവച്ചതാണ്. ഞാനിപ്പോ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് അടിപൊളിയില്ലേ, ഗണപതി ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നതും ശ്രീകൃഷ്ണനാണ് അടുത്തത്. ഇത് പൂജ കിടക്കുന്നിടത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടാ. പൂജയുടെ അടുത്ത് തന്നെ പൂജപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറെ തപ്പിട്ടാണ് ഇപ്പൊ എനിക്കിത് കിട്ടിയത്. അടുത്തതായിട്ട് ഇത് നമ്മളെ ഒരു മലയാളി ഫ്രണ്ട് ഉണ്ട്. ഇത് ഞങ്ങൾ അഴിച്ചൊന്നും നോക്കിയില്ല കേട്ടോ. അങ്ങനെ വെച്ചിട്ട് തന്നെയാണ്. അടുത്ത ഗിഫ്റ്റ് ഇതാണ്. അയക്കാൻ പറ്റുന്നില്ല ഗൈസ്. അടുത്ത ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞു പാത്രം. ഇത് കറിയൊക്കെ ഒഴിച്ചു വെക്കാൻ പറ്റിയ പാത്രവും പിന്നെ 2 പ്ലേറ്റും ഉണ്ട്. ഇത് നമ്മളെ മലയാളി തന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു മലയാളി ഫ്രണ്ട് ഉണ്ട് എന്ന് ഞാൻ ചിലപ്പോ വീഡിയോയിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവര് കൊണ്ടുതന്ന ഗിഫ്റ്റ് ആണിത്. നമുക്കിതാ ഒരു ഗിഫ്റ്റും കൂടി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു നല്ല കുഞ്ഞി അളുവാണ്. നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഞങ്ങൾ അളുവെന്നൊക്കെയാണ് ഇന്ന് പറയല്. അതുകൊണ്ട് ഇതാണ്. പിന്നെ ലാസ്റ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഒരു ദീദി തന്നതാണ് കേട്ടോ. ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഒരു ദീദി തന്നതാണ്. അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നല്ല അവർക്ക് അറിയാം. അപ്പൊ പറഞ്ഞ നീ യൂട്യൂബ് ചാനല്
ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടി തന്നാന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. കണ്ട അടിപൊളി പാത്രമാണ്. പിന്നെ അതിന്റെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കിട്ടിയത് ഒരു ബോക്സ് ആണ്. ആ ബോക്സ് പൂജ സ്കൂളിൽ കൊണ്ടുപോയി. അപ്പൊ ഇത്രയും സാധനമാണ് പൂജയുടെ ബർത്ത്ഡേക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.